നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരള പഠന മഹാസഭ ജില്ലാ പ്രതിനിധി സമ്മേളനം നടന്നു. പെരുമ്പുളിശ്ശേരിയിൽ നടന്ന സമ്മേളനം സംസ്ഥാന അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ ടി.വി. ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. എട്ടുമന ഗ്രാമീണ വായനശാലയുടെ 87ാം വാർഷികവും പ്രതിഭാ സംഗമം പരിപാടിയും സംഘടിപ്പിച്ചു. സി മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ചേരി ഹരിശ്രീ ക്ലബിന്റെ പുതുവത്സരാഘോഷം ശ്രദ്ധേയമായി. വായുമലിനീകരണത്തിന് കാരണമാകുന്ന പടക്കങ്ങളെ ആഘോഷ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തി സംഘടിപ്പിച്ചത് പ്രകൃതി സൗഹൃദ ആഘോഷം. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അവണിശ്ശേരി ഫെസ്റ്റ് സമാപിച്ചു. ഫെസ്റ്റിന്റെ സമാപന ചടങ്ങ് പ്രശാന്ത് പുന്നപ്ര ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരള പഠന മഹാസഭ ജില്ലാ പ്രതിനിധി സമ്മേളനം നടന്നു. പെരുമ്പുളിശ്ശേരിയിൽ നടന്ന സമ്മേളനം സംസ്ഥാന അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ ടി.വി. ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതിയിൽ 53 അതിൽ 12 പേരെ എലിമിനേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്? സാമ്പത്തികമായി മുന്നോക്കം വന്നു കഴിഞ്ഞാൽ അവരെ എലിമിനേറ്റ് ചെയ്യും, ഒഴിവാക്കും. ഇപ്പോൾ നമ്മൾ ആക്ച്വലി 43 വിഭാഗങ്ങളുള്ളൂ. അതിൽ 22ാമത്തെ ഭാഗമാണ് പഠനൻ, പഠനക്കണക്കൻ, പഠനക്കുറിപ്പ്. ഈ നമ്മൾ പെടുന്നവരാണ്. ഇവരെ സംഘടിപ്പിക്കുക എന്നുള്ള ഏറ്റവും ദൗത്യമാണ് നമ്മുടെ മുൻഗാമികൾ തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ സംസ്ഥാന തലത്തിൽ ഒരു സംഘടന രൂപീകരിച്ചത്. ഒട്ടേറെ നേട്ടങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ജനിച്ച ആ സമുദായം സർക്കാർ അംഗീകരിച്ചോ ഭരണഘടനാപരമായ എല്ലാ അവകാശം ജനാധിപത്യപരമായും സാമൂഹികമായും സാമ്പത്തികമായും ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഭരണഘടനാ പ്രകാരം. ചെയർമാൻ കെ ഗോപി, കൺവീനർ കെ സുഭാഷ്, ട്രഷറർ അഡ്വക്കേറ്റ് കെ രാജീവ്, രക്ഷാധികാരികളായ അശോകൻ മറവാഞ്ചേരി, സന്തോഷ് മുല്ല വരന്തരപ്പിള്ളി, ശരവണൻ പാടൂർ ചാവക്കാട്, വൈസ് ചെയർമാൻമാരായ സാബു പായമേൽ, ദിലീപ് കുമാർ തൃശൂർ, സുരേഷ് തുമ്പൂർ, അജയൻ കൊടുങ്ങല്ലൂർ, ജോയിന്റ് കൺവീനർമാരായ സെൽവൻ മാള, മണി ഒരുമനയൂർ, പത്മിനി നെടുപുഴ, മനോഹരൻ തൊയക്കാവ്, ശ്രീദേവി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. എട്ടുമന ഗ്രാമീണ വായനശാലയുടെ 87ാം വാർഷികവും പ്രതിഭാ സംഗമം പരിപാടിയും സംഘടിപ്പിച്ചു. സി മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ഉപഹാരങ്ങളും ക്യാഷ് അവാർഡുകളും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ വിതരണം ചെയ്തു. KS മനോജ് അധ്യക്ഷത വഹിച്ചു. അനിൽ പൂക്കാട്ടിൽ, അനിത അനിലൻ, ജയ, ദിലീഷ് എട്ടുമന, KS ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. പെരിഞ്ചേരി ഹരിശ്രീ ക്ലബിന്റെ പുതുവത്സരാഘോഷം ശ്രദ്ധേയമായി. വായുമലിനീകരണത്തിന് കാരണമാകുന്ന പടക്കങ്ങളെ ആഘോഷ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തി സംഘടിപ്പിച്ചത് പ്രകൃതി സൗഹൃദ ആഘോഷം. ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് റവന്യൂ ജില്ലാ കലോത്സവ മത്സരവിജയിയായ നിരഞ്ജന പി രാധാകൃഷ്ണന്റെ കൂടിയാട്ടം അരങ്ങേറി. VB ജയപാലൻ, VB രാജേന്ദ്രൻ, സുനിൽ സൂര്യ, TN അനൂപ്, VR സുഭാഷ്, PS വികാസ്, PN രാജനാരായണൻ, CR രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അവണിശ്ശേരി ഫെസ്റ്റ് സമാപിച്ചു. ഫെസ്റ്റിന്റെ സമാപന ചടങ്ങ് പ്രശാന്ത് പുന്നപ്ര ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോയ് കുത്തൂർ, അവണിശ്ശേരി സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ലിജോ ചാലിശ്ശേരി, പെരിഞ്ചേരി ALP സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസിലി ജോയ്, സമിതി ജനറൽ കൺവീനർ AR രാജു, സമിതി പ്രസിഡന്റ് വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും റെഡ് ബീറ്റ്സിന്റെ ഗാനമേളയും അരങ്ങേറി. ഇത് മാമനെ
അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ 1979 SSLC ബാച്ചിന്റെ 4ാമത് സംഗമം സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ നാടൻപാട്ട്, ചലച്ചിത്രഗാനാലാപനം, കവിതാലാപനം, തിരുവാതിരക്കളി തുടങ്ങി വിവിധ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. ജയാനന്ദൻ, സത്യൻ, ശശാങ്കൻ, പുഷ്പലത, മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ പ്രചരണാർത്ഥം സ്വരാജ് റൌണ്ടിൽ സ്ഥാപിച്ച ബോർഡുകൾ കോർപ്പറേഷൻ അധികൃതർ അഴിച്ചുമാറ്റി. BJP പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് പിന്നാലെ അഴിച്ച ബോർഡുകൾ തിരികെ കെട്ടി. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ കവാടത്തിൽ BJP ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിച്ചു. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട സ്വരാജ് റൌണ്ടിലെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. രാവിലെ ബോർഡുകൾ എടുത്തുമാറ്റാൻ കോർപ്പറേഷൻ അധികൃതർ ആരംഭിച്ചതോടെ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ രംഗത്തെത്തി. അപകടകരമായി സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണ് മാറ്റുന്നതെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം. BJP ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് കോർപ്പറേഷൻ ഈ ശ്രമത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. ഒടുവിൽ അഴിച്ച ബോർഡുകൾ പ്രവർത്തകർ തിരികെ കെട്ടി. സംഭവത്തെ തുടർന്ന് ഏറെ നേരം സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു. ഇതിനിടെ സ്ഥലത്തെത്തിയ ഈസ്റ്റ് പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. ഒടുവിൽ കോർപ്പറേഷൻ കവാടത്തിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിച്ച ശേഷമാണ് പ്രവർത്തകർ മടങ്ങിയത്. നവകേരള സദസ് ഉൾപ്പെടെ തൃശൂരിൽ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടേതടക്കമുള്ള ഫ്ലക്സ് ബോർഡുകൾ നഗരത്തിൽ സ്ഥാപിച്ചിരുന്നു. ഇത് കോർപ്പറേഷൻ അഴിച്ചുമാറ്റിയിരുന്നില്ലെന്ന് BJP ആരോപിച്ചു. ചാഴൂർ തിയേറ്റർ ആർമിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായുള്ള നാടക പരിശീലന ക്യാമ്പ് സമാപിച്ചു. ചാഴൂർ ALP സ്കൂളിൽ ജവഹർ ബാലഭവൻ മുൻ അധ്യാപകൻ TV ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നുവന്നത്. തിയേറ്റർ ആർമിയുടെയും ആക്ട് ലാബിന്റെയും സ്ഥാപകനായ സജീവ് നമ്പിയത്ത് 2ാം ദിവസം ക്യാമ്പിൽ സന്നിഹിതനായിരുന്നു. ക്യാമ്പിന്റെ സമാപന സമ്മേളനം പ്രശസ്ത നാടക പ്രവർത്തകൻ ശശിധരൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണം TV ബാലകൃഷ്ണൻ നിർവഹിച്ചു. BJPയിൽ മതന്യൂനപക്ഷങ്ങൾ ചേരുന്നതിനോട് അസഹിഷ്ണുതയോടെയാണ് CPM-ഉം കോൺഗ്രസും പെരുമാറുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ച് ന്യൂനപക്ഷങ്ങൾ BJPയോട് അടുക്കുകയാണെന്നും K. സുരേന്ദ്രൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി തന്നെ നിർദ്ദേശിച്ച സ്നേഹയാത്ര മികച്ച രീതിയിൽ മുന്നോട്ടു പോവുകയാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വൈദികൻ ഉൾപ്പെടെ BJPയിൽ ചേർന്നു. BJPയിൽ ചേർന്ന വൈദികനെയും സ്നേഹസംഗമത്തിൽ ആശംസ നേർന്ന വൈദികനെയും മോശമായ രീതിയിലാണ് കോൺഗ്രസും CPM-ഉം അവഹേളിക്കുന്നത്. മോദിയുടെ തൃശൂർ സന്ദർശനം ചരിത്രം സൃഷ്ടിക്കും. അയോധ്യയിലെ രാമക്ഷേത്രത്തെ മതധ്രുവീകരണത്തിന് ഉപയോഗിക്കുകയാണ് കോൺഗ്രസും CPM-ഉം. എന്നാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അധികം ആയുസ്സുണ്ടാകില്ലെന്ന് ഇവർ തിരിച്ചറിയണം. LDF-നും UDF-നും അവരുടെ കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. LDF-ന്റെയും UDF-ന്റെയും സമ്പൂർണ്ണമായിട്ടുള്ള പതനം ആസന്നമായിരിക്കുകയാണ് കേരളത്തിൽ. ഈ നരേന്ദ്രമോദിജിയുടെ വിശ്വാസ്യതയും നരേന്ദ്രമോദിജിക്കുള്ള പിന്തുണയും അനുനിമിഷം കേരളത്തിൽ വർദ്ധിക്കുകയാണ്. BJP ഏറ്റവും പ്രഗത്ഭരായവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റാകും പുറത്തിറക്കുക. UDF-ലെ 19 MP-മാരും നിർഗുണ പരബ്രഹ്മങ്ങളാണ്. LDF-ന്റെ ആരിഫിനാണെങ്കിൽ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. 50 സീറ്റ് പോലും തികയ്ക്കാനാവാതെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തതുകൊണ്ടോ ചരിത്രത്തിലേ ഇല്ലാത്ത CPM-ന് വോട്ട് ചെയ്തതുകൊണ്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഹാട്രിക് വിജയത്തിലേക്ക് പോകുന്ന നരേന്ദ്രമോദി സർക്കാരിൽ പങ്കാളിത്തം ഉറപ്പിക്കാനാണ് മലയാളികൾ ശ്രമിക്കേണ്ടത്. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നവർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. കേരളത്തിലും ദക്ഷിണേന്ത്യയിലും BJPയുടെ അടിത്തറ വർദ്ധിപ്പിക്കാൻ നല്ല പരിശ്രമം ഉണ്ടാകുന്നുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വികസനം ഉറപ്പുവരുത്താൻ മോദി ശ്രമിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചാണ് കേന്ദ്ര സർക്കാർ പോകുന്നതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തൃശൂരിൽ നടക്കുന്ന സ്ത്രീശക്തി സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ മോർച്ച സംസ്ഥാന കമ്മിറ്റിയുടെ വാഹന പ്രചരണ യാത്രയ്ക്ക് തൃപ്രയാറിൽ സ്വീകരണം നൽകി. മഹിളാ മോർച്ച നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണം സംസ്ഥാന സെക്രട്ടറി രൂപ ബാബു ഉദ്ഘാടനം ചെയ്തു. അവർക്ക് വേണ്ടുന്ന കുടിവെള്ളം, അവർക്ക് വേണ്ടുന്ന വിദ്യുച്ഛക്തി, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം, അവർക്ക് വേണ്ട തൊഴിൽ, ഈ 5 കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടായിരുന്നു ഈ കടന്നു വന്ന 9 വർഷക്കാലവും മുന്നോട്ട് പോയത്. നമുക്കറിയാം, ആദ്യം തന്നെ വ്യക്തി ശുചിത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിലേക്കായി സ്വച്ഛ് ഭാരത് മിഷൻ നടപ്പിലാക്കി. പല വിമർശനങ്ങളും അദ്ദേഹം നേരിടേണ്ടി വന്നു. അതൊക്കെയും വളരെ രസകരമായി തന്നെ മുന്നോട്ട് പോകുമ്പോഴും മണ്ഡലം പ്രസിഡന്റ് ജിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാന നേതാക്കളായ രാഗേന്ദു, MP അഞ്ജന, നവ്യ ഹരിദാസ്, ഷൈമ ബാനോത്ത്, മണ്ഡലം സെക്രട്ടറി രശ്മി ഷിജോ, നിഷ പ്രവീൺ, ഭഗിനി സുനിൽ, ശ്രുതി നന്ദനീഷ്, സ്മിത മധു, ബിന്ദു സുധീർ എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂരിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. പൊതുപ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂരിലെ സബ് പമ്പ് ഹൌസിൽ നിന്ന് ഗുരുവായൂർ, ചാവക്കാട് എന്നിവിടങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പമ്പ് ഹൌസ് നിലനിൽക്കുന്ന പഞ്ചായത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. 1000 കണ്ടി സബ് പമ്പ് ഹൌസിൽ നിന്ന് ആഴ്ചയിൽ 3 തവണയെങ്കിലും വെള്ളം വിതരണം ചെയ്യാൻ വാട്ടർ അതോറിറ്റി അധികൃതർ തയ്യാറാകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിൽ കാര്യാട്ട് അധ്യക്ഷനായി. DCC അംഗം ഇർഷാദ് K. ചേറ്റുവ, ബ്ലോക്ക് സെക്രട്ടറി CA ഗോപാലകൃഷ്ണൻ, MG ഘോഷ്, CV തുളസീദാസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ലൂർദ് മെത്രോപൊലിത്തൻ കത്തീഡ്രലിന്റെ തീർത്ഥകേന്ദ്രമായ ഉണ്ണി മിശിഹ കപ്പേളയിലെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന പാട്ടുകുർബാനയ്ക്ക് നവവൈദികരായ റവറൽ ഫാദർ ജിയോ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. റവറൽ ഫാദർ ആൽബിൻ ചൂണ്ടൽ തിരുനാൾ സന്ദേശം നൽകി. റവറൽ ഫാദർ നിതിൻ പൊന്നാരി, റവറൽ ഫാദർ ജിജോ എടക്കളത്തൂർ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് പ്രദക്ഷിണം, നേർച്ച ഭക്ഷണ പാക്കറ്റ് വിതരണം നടന്നു. ചടങ്ങുകൾക്ക് മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് ജേക്കബ് മുളയ്ക്കൻ, അഡ്വക്കേറ്റ് ഡെൽസൺ ഡേവിസ് പെല്ലിശ്ശേരി, ജോബി K. കുഞ്ഞാപ്പു, പ്രൊഫസർ CK സേവിയർ, ഭക്ത സംഘടനാ ഭാരവാഹികൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5855 രൂപ, പവന് 46,840 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള പഠന മഹാസഭ ജില്ലാ പ്രതിനിധി സമ്മേളനം നടന്നു. പെരുമ്പുളിശ്ശേരിയിൽ നടന്ന സമ്മേളനം സംസ്ഥാന അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ TV ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. എട്ടുമന ഗ്രാമീണ വായനശാലയുടെ 87ാം വാർഷികവും പ്രതിഭാ സംഗമം പരിപാടിയും സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ചേരി ഹരിശ്രീ ക്ലബിന്റെ പുതുവത്സരാഘോഷം ശ്രദ്ധേയമായി. വായുമലിനീകരണത്തിന് കാരണമാകുന്ന പടക്കങ്ങളെ ആഘോഷ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തി സംഘടിപ്പിച്ചത് പ്രകൃതി സൗഹൃദ ആഘോഷം. അവിണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അവിണിശ്ശേരി ഫെസ്റ്റ് സമാപിച്ചു. ഫെസ്റ്റിന്റെ സമാപന ചടങ്ങ് പ്രശാന്ത് പുന്നപ്ര ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.